ന്യൂസിലാൻഡിലെ ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു രാത്രി ചെലവഴിക്കാൻ പറ്റും. പ്രേതങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ന്യൂസിലാൻഡിലെ 7 ലൊക്കേഷൻ. നമ്പർ 1, ലാർണ കാസിൽ, ഡനീഡിയൻ. ഇവിടെ താമസിച്ച ചില ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തണുത്ത കൈ അവരുടെ കഴുത്തിന് പിറകെ തലോടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ്. അതോടൊപ്പം ചിലവരെ പുഷ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. കിങ് സീറ്റ് ഹോസ്പിറ്റൽ, ഓക്ലാൻഡ്, ഇപ്പോൾ ഹൂക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു സൈക്യാട്രിക് ഹോസ്പിറ്റലായിരുന്നു. ഇവിടെ വർക്ക് ചെയ്ത പലരും പറയപ്പെടുന്നത് മിന്നുമായതായിട്ടുള്ള നേലുകൾ അവർ കാണാറുണ്ടായിരുന്നു. നമ്പർ 3, വോൾക്കൻ ഹോട്ടൽ, സെയിന്റ് ബത്തൻസ്, സെൻട്രൽ ഹോട്ടൽ. ഇത് സ്റ്റിൽ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പബ് ആൻഡ് ഹോട്ടലാണ്. ഇവിടെ റൂം നമ്പർ 1 ലേഡി ഓഫ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രേതത്തിനെ ആൾക്കാർ കണ്ടെത്തുന്നത് പറയപ്പെടുന്നു. അടുത്ത ലൊക്കേഷനാണ് നാപ്പിയർ പ്രിസൺ. പറയപ്പെടുന്നത് ചില സ്പോട്ടുകളിൽ വളരെ തണുപ്പും അതുപോലെ തന്നെ വിശദീകരിക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നാണ്. വൈറ്റോമോ കേവ്സ് ഹോട്ടൽ. ഇവിടെ എത്തിയ പല ആൾക്കാരും ഒരു വിസ്പറിംഗ് കേൾക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പലപ്പോഴും അവരാരോ വിളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. നമ്പർ 6 ആണ് റിക്കട്ടൺ റേസ് കോഴ്സ് ഹോട്ടൽ, ക്രൈസ്റ്റ് ചർച്ച്. ഇതൊരു ഹോട്ടൽ ആൻഡ് ബാർ ആണെങ്കിൽ ഇവിടെ ഫോമർ ഓണറിന്റെ പ്രേതം ഇപ്പോൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. 1930s അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. നമ്പർ 7, സെയിന്റ് ജെയിംസ് തിയേറ്റർ, വെല്ലിംഗ്ടൺ. ഇതൊരു ഫംഗ്ഷനിങ് തിയേറ്റർ ആണ്. ഇവിടെ 2 പ്രേതങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഒന്നൊരു വെയിലിംഗ് വുമനും അതുപോലെ തന്നെ ഒരു മെയിൻ ഗോസ്റ്റും. ഈ ഡാറ്റ എനിക്ക് കിട്ടുന്നത് ഇന്റർനെറ്റിൽ നിന്നാണ്. ഞാൻ ഇതുവരെ ഒരു പ്രേതത്തിനെയും കണ്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പ്രേതം പിടിക്കും. അപ്പോൾ ശരി, ബൈ.